കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുകയാണ്. അസ്ഥികൂടത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ ATM കാർഡ് കാര്യവട്ടം അമ്പലത്തിങ്കര യൂണിയൻ ബാങ്കിൻ്റേതാണ്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2019 വരെ അക്കൗണ്ട് വഴി ഇടപാട് നടന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഉടൻ DNA പരിശോധന നടത്തുമെന്ന് വിവരങ്ങൾ നൽകുന്നു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ കാര്യവട്ടത്ത് ഈ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം എന്ന് പറയുന്നത് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ്. അതായത് ഇയാളുടേത്, ഈ യുവാവിൻ്റെ നിന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ബാങ്ക് അക്കൗണ്ടാണ് ഇന്നലെ ഈ പോലീസ് കണ്ടെടുത്തത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നലെ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ വീട്ടുകാർ പോലീസിന് വിവരം നൽകിയിരുന്നു. അതായത് ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു KYC അപ്ഡേറ്റ് ചെയ്യുന്നതിനായാണ് ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതാണ് പോലീസിനോട് ഇന്നലെ വീട്ടുകാർ പറഞ്ഞിരുന്നത്. ആ സംഭവവുമായി അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പോലീസ് നൽകുന്നത്. അതായത് ഈ കാര്യവട്ടം ക്യാമ്പസിനടുത്തുള്ള അമ്പലത്തിൻകര യൂണിയൻ ബാങ്കിന്റെ ബ്രാഞ്ചിലാണ് ഇയാൾക്ക് അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൽ 2019 വരെ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ഇത് സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ATM കാർഡും ഈ മൃതദേഹാവശിഷ്ടങ്ങളോടൊപ്പം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ അമ്പലത്തിൻകര എന്ന് പറയുന്ന ഈ യൂണിയൻ ബാങ്കിന്റെ ബ്രാഞ്ച് ഈ കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും വളരെ അടുത്താണ്. ഏകദേശം 500 മീറ്റർ ദൂരമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ കാര്യവട്ടം ക്യാമ്പസും ചുറ്റുമുള്ള പ്രദേശങ്ങളും ചിരപരിചിതമാണെന്നും പോലീസ് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ഈ യുവാവിൻ്റെ മാതാപിതാക്കൾ തലസ്ഥാനത്തെത്തും. ഇവരിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിക്കും. ഇതും ഈ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഏതാണ്ട് ഈ യുവാവിനെയും കുടുംബത്തെയും അതിൻ്റെ വ്യക്തിഗതമായ വിവരങ്ങളെ പറ്റിയ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏകദേശം ഈ കാര്യവട്ട അസ്ഥികൂടം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ദുരൂഹത ചുരുളഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോലീസ് വിവരങ്ങൾ കൊണ്ടുവന്നത്. ഇയാളുടെ ഈ യുവാവിൻ്റെ CDR അടക്കം, കോൾ ലിസ്റ്റ് അടക്കം പരിശോധിക്കുന്ന കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. SK. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.